ശ്രീ വത്സന്തിലങ്കേരി, ശ്രീ അലക്സാണ്ടർ ജേക്കബ് അവിടെ ശബരിമലയുടെ ചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ചെയ്യാതെ സംസ്ഥാനത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട്, ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. അങ്ങ് മറുപടി പറയാം. അല്ല, അതിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം. കേരള ഗവൺമെന്റ് അതിൽ പ്രോപ്പറായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ നടത്തണം. അത്യാവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു കാര്യം, അത് ടൈഗർ വാലി, അത് കടുവ സങ്കേതമാണ്. അവിടെ അത്യപൂർവമായ ഒരു സംരക്ഷണമുള്ള വനപ്രദേശമാണ് അവിടെ ഉള്ളത് എന്ന പ്രശ്നമുണ്ട്. നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മുടെ ആഗോളതലത്തിലും രാജ്യത്തുമെല്ലാം നമ്മുടെ വനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കർക്കശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് പ്രത്യേകമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. പക്ഷെ ഒരു കാര്യമുണ്ട്, സാറ് പറഞ്ഞതിലൊരു പിശകുള്ളത്, ഇപ്പോ ശബരിമലയിൽ ഈ ഭക്തന്മാർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം ചെയ്യുന്നതിനുള്ള സ്ഥലം ശബരിമലയിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എടുത്തിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപകമായി പണിയുകയാണ്. അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപകമായി പണിയുന്നതിന് പകരം ഭക്തന്മാർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നില്ലല്ലോ. ദേവസ്വം ബോർഡ് ലാഭമാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ പണിയുന്നതിന്റെ എണ്ണം കുറക്കുകയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, കോടതി ഉത്തരവിട്ടു പറഞ്ഞു. കോടതിയുടെ ഒരു ഉത്തരവ് നേരത്തെ നിലവിലുണ്ടല്ലോ. കോടതി 60,000 ആളുകളെ വെർച്വൽ ക്യൂ വഴിയും 20,000 ആളുകളെ സ്പോട്ടിലൂടെയും അവിടുത്തെ ദർശനം നടത്താൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കാമെന്ന് കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 80,000 ആയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്ന് അവിടെ ശബരിമലയിൽ ഉണ്ടായിരുന്നു, സന്നിധാനത്തുണ്ടായിരുന്നു, 18-ാം പടിയുടെ അടുത്തുണ്ടായിരുന്നു. അവിടെ പോലീസുകാർ കയറ്റുന്ന ആ സ്ഥലത്തുണ്ടായിരുന്നു. അവരുടെ എണ്ണിക്കൊണ്ട്, ഓരോ മിനിറ്റിൽ എണ്ണിക്കൊണ്ടാണ് ചെയ്യുന്നത്. 80 വരെ കയറ്റിയിട്ടുണ്ട്, 75 വരെ കയറ്റിയിട്ടുണ്ട്, 70 വരെ കയറ്റിയിട്ടുണ്ട്, 83 വരെ കയറ്റിയിട്ടുണ്ട്, 85 വരെയും ഒരു മിനിറ്റിൽ കയറ്റുന്നുണ്ട്. കുറച്ച് സ്പീഡിലാണ് കയറ്റുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് ശബരിമലയിൽ അങ്ങനെ പറ്റൂ എന്നുള്ളതാണ്. കാരണം പോലീസുകാരവിടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ ഭക്തന്മാർ അവർ 18-ാം പടിയൊക്കെ തൊട്ട് എല്ലാം തൊട്ട് തലയിൽ വെച്ച് വളരെ വെല്ല വരുന്ന സമയത്ത് 40-50 വരെ പറ്റും. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ കോടതി പറയുകയാണ് അവിടെ ഭക്തന്മാർ വരുന്നത് പരിമിതപ്പെടുത്തണം, 50,000 ആക്കുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികമല്ല. കാരണം ശബരിമലയിൽ വരാൻ വേണ്ടിയിട്ട് ഭക്തന്മാർ മുദ്ര ധരിക്കും, മാലയിട്ട് വ്രതം ധരിക്കും. 41 ദിവസത്തെ വ്രതം ധരിച്ചിട്ടാണ് ശബരിമലയിൽ വരുന്നത്. അങ്ങനെ വരുന്ന ആളുകളെ അവരെ പരിമിതപ്പെടുത്താൻ ഓരോ പഞ്ചായത്തിലും നിർദ്ദേശം കൊടുക്കുകയാണല്ലോ, നിങ്ങൾ മാലയിടാൻ പാടില്ല. കേരളത്തിൽ മാത്രമാണോ? രാജ്യത്തിന്റെ നാനാഭാഗത്തൊന്നും മുദ്ര ധരിച്ചിട്ട് അയ്യപ്പന്മാർ അവിടെ ഇങ്ങോട്ട് വരുന്നില്ലേ? അവരെന്താണ് ചെയ്യുക? അപ്പൊ മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോലെയല്ല, നേരെ മറിച്ച് 41 ദിവസത്തെ വ്രതത്തോടു കൂടിയിട്ട് അതിനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പോടു കൂടി വരുന്ന ഭക്തരെ അവരെ ശബരിമലയിലെ ദർശനം നിരോധിക്കുക എന്ന് പറയുന്നത് ആരാധനാ സ്വാതന്ത്ര്യ നിഷേധമാണ്. നേരത്തെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പറയുകയാണ്, എണ്ണം കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് അങ്ങ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കാര്യം കൂടി. അപ്പൊ അദ്ദേഹം നേരത്തെ പറയുണ്ടായി 18-ാം പടിയുടെ വീതി കൂട്ടണം എന്ന് പറഞ്ഞു. അത് പ്രായോഗികമല്ല, അത് വേറെ കാര്യം. പക്ഷെ രണ്ടാമതൊരു കാര്യമുണ്ട്, 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ അത് നേരെ ഇതേ ആളുകൾ തന്നെയാണ് ദർശനത്തിന് വേണ്ടി ശ്രീകോവിലിന്റെ മുമ്പിൽ പോകുന്നത്. ശ്രീകോവിലിന് മുമ്പിൽ പോയാൽ ശ്രീകോവിലിന്റെ മുമ്പിൽ ആളുകൾക്ക് നിൽക്കാനുള്ള സമയം എത്രയാണ്? ശ്രീകോവിലിന്റെ വാതിലിന്റെ വീതി കൂട്ടണം എന്ന് പറയാം, സോപാനത്തിന്റെ വീതി കൂട്ടണം എന്ന് പറയാൻ പറ്റുമോ? അപ്പോ അവിടെ പ്രശ്നങ്ങൾ പിന്നീടും പ്രായോഗിക പ്രശ്നങ്ങൾ വരികയാണ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരെ വേഗത്തിൽ തന്നെ പടി കയറ്റി അവർക്ക് സുഖദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.